ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നത് നെജ്മേനെ കാണാനാണ്. നെജ്മയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. നെജ്മയ്ക്ക് MR ആണ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ചെറിയൊരു ബുദ്ധി വളർച്ച കുറവ്, അങ്ങനെ ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും കൂടെ വേണം. നമുക്ക് എത്രയും പെട്ടെന്ന് നെജ്മേൻ്റെ കല്യാണം നടത്തണം കേട്ടോ. ഇതാണ് നെജ്മേൻ്റെ വീട്. ഉള്ളിലേക്ക് പോവാം. സുഖം തന്നെ. ഇതാണ് കേട്ടോ നെജ്മേന്റെ ഉമ്മ. ഉമ്മാന്റെ പേരെന്താ? സുബൈദ അല്ലേ? നെജ്മയുടെ നെജ്മ എന്തൊക്കെ വിശേഷം? ഉമ്മ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? ഉപ്പ അവിടെ ഇല്ലല്ലേ? പണിക്ക് പോയതാ? ശരി, എന്നാ ഇരുന്ന് സംസാരിക്കാം. പുറത്തിരിക്കാൻ മതി. ഉമ്മ, നെജ്മയ്ക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ളത്? ജന്മനാനുള്ളതാണ്. തലച്ചോറിന് വളർച്ച കുറവുണ്ട്, ഞരമ്പിന്റെ പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞ ഞരമ്പിന്റെ പ്രശ്നം കൊണ്ടാണ് തലച്ചോറിന് ചെറിയ വളർച്ച കുറവ് അല്ലേ? അപ്പൊ സംസാരിക്കാന് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പൊ ആ തലച്ചോറിനെ ബാധിച്ചുകൊണ്ട് മൊത്തത്തില് ശരീരത്തിൽ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നടക്കാന് നടക്കലെല്ലാം നടക്കും, കുറച്ച് ദൂരം എല്ലാം നടക്കും. പക്ഷെ നമ്മക്ക് തോന്നുന്നു നമ്മക്ക് ഓളിപ്പം വീന്നാറ്റം വിചാരം ഉള്ളു. ഓളങ്ങനെ വീവൊന്നുമില്ല, നമ്മക്കങ്ങ് തോന്നുന്നതാ. ഇപ്പൊ വീന്നുള്ള നടക്കുന്ന കാണുമ്പോ ഒറ്റക്ക് പുറത്തേക്കൊക്കെ പോകലുണ്ടാ? പോവും. അതുവരത്തൊക്കെ പോക്കുണ്ടോള്. ഓളെ ജോലിയെല്ലാം ഓള് ചെയ്യുന്നുണ്ട്, നമ്മളെ ജോലിയെല്ലാം ഓള് എടുത്തു തരുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ ചെയ്യോ? അത് ശരി. ഫുഡൊക്കെ ഉണ്ടാക്കുവാ? പിന്നെ നെജ്മ ഉണ്ടാക്കുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞേ. അങ്ങനെ ഉച്ചക്ക് വരാനല്ലേ എന്നിട്ടാ മിസ്സായല്ലോ. വെള്ളരിക്കറി ഫേവറേറ്റ് അല്ലേ അല്ലേ? പിന്നെ നെജ്മ എത്ര വരാ പഠിച്ചേ? ഓരോ നോക്കിട്ട് അറിയില്ല. എത്ര വരെ പഠിച്ചേ പറഞ്ഞോ? 7ാം ക്ലാസ് വരെയാ? അതിനുശേഷം വേറെന്തെങ്കിലും പോയിനോ? വേറെന്തെങ്കിലും പഠിക്കാനേ ഇല്ല അല്ലേ? സ്പെഷ്യൽ സ്കൂളാ പഠിച്ചമ്മ? പിന്നെ സാധാ സ്കൂൾ. അപ്പൊ നെജ്മക്ക് എഴുതാനും വായിക്കാനും അറിയോ? പേരും എന്റെ പേരെല്ലാം ഓളെ എഴുതും. ഉപ്പാന്റെ പേരും ഞങ്ങളെ ഇവിടെ ചിരക്കളെ പേരും ഓളം അനിയത്തിന്റെ പേരും എല്ലാം എഴുതും. എല്ലാം അറിയാ, എഴുതാനെല്ലാം വായിക്കാനും. പേര് മാത്രമേ അറിയൂ, അല്ലാത്ത കാര്യങ്ങൾ അത്ര അറിഞ്ഞൂടാ. അത്ര എഴുതാൻ വായിക്കാനും അറിയില്ല അല്ലേ? സർട്ടിഫിക്കറ്റിലുള്ളത് ഡഫ് ആൻഡ് ഡംബ് എന്നാണ് അല്ലേ? അതാ സമയത്ത് അങ്ങനെ എന്തോ ചെറുപ്പത്തില് കുറച്ച് മുമ്പല്ലത്. ചെറുപ്പത്തിലുള്ളതാ. ഇങ്ങോട്ട് കൈന്തോറും കുറച്ച് ഇത് കിട്ടുമല്ലോ. ആ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ട്. വലുതാന്നനുസരിച്ച് മാറ്റി ഇപ്പൊ എന്നാ സ്ഥിതി എന്നുള്ളത് മാറ്റണം. അപ്പൊ നെജ്മയ്ക്ക് ഇപ്പൊ ഉമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാല് ജന്മനാ ഉള്ള പ്രശ്നമാണ്. ഞരമ്പിന് അല്ലെ, തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പ് കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഇല്ല, നടക്കാനെല്ലാം കുറച്ച് വൈകിക്കാണ്. ചെറിയ പ്രായത്തില് നമ്മള് കുട്ടികളെ 1 വയസ്സ് 1.5 വയസ്സാകുമ്പോ 1 വയസ്സാകുമ്പോഴത്തേക്കിനെ നടക്കുള്ളൂ. 2-2.5 വയസ്സ് 3 വയസ്സാകാനാക്കി നടക്കാൻ തുടങ്ങുമ്പോ കുറച്ച് വൈകി. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ടോ? ഇപ്പൊ ഒന്നും കുടിക്കുന്നൊന്നുമില്ല. അങ്ങനെ വേറെ ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കില്ലായ്മ, നടന്ന് കളിക്കുക, അങ്ങനത്തെ എന്താ വിഷയം? പ്രശ്നമൊന്നുമില്ല. ഉറക്കെല്ലാം നേരത്തെ കാലത്ത് തന്നെ ഇടുന്നു, ഉറങ്ങി നേരത്തെ തന്നെ എണീക്കുകയും ചെയ്യും. അതെ, ഞാൻ ചോദിച്ചേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയണല്ലോ. അത് തന്നെ എല്ലാം കണ്ട് മനസ്സിലാക്കി ഇല്ല നെജ്മ? അങ്ങനെയുള്ള ഒരാളല്ലേ വേണ്ടിയല്ലേ? അതെ, നെജ്മക്ക് തീർച്ചയായിട്ടും നെജ്മേനെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ മുമ്പോട്ട് വരട്ടെ. അതെ. അപ്പൊ വേറെ എന്താ നിങ്ങൾക്ക് നെജ്മേനെ പറ്റി പറയാനുള്ള? പിന്നെ ഇവളെ ബുദ്ധിമുട്ട് അതൊക്കെയാണ് ഇല്ലേ? ശരീരത്തിന് ബലക്കുറവ് അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും, വെയിറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ? വെയിറ്റ് ഒന്നും അങ്ങനെ എടുക്കലില്ല, എടുക്കാനൊക്കെ ആവൂല. അതെ, ഒരു അങ്ങനെ നടക്കുന്ന കാണുമ്പോ നമുക്കൊരു പേടിയാ. പക്ഷെ ഓളെല്ലാം നടന്നു പോവുകയും ചെയ്യും. അതെ, നടക്കുമ്പോ കാലുവേന ഉണ്ടാവില്ല നെജ്മ? അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? കുറെ നേരം നിൽക്കും, അങ്ങനെ ഒന്നും ഇല്ലല്ലോ? അതെ.
ഉമ്മ നമുക്ക് കല്യാണത്തിന്റെ ഇതിലേക്ക് കടക്കാം. ബേസിക് ആയിട്ട് എന്താ ഉള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ബാക്കി കൂടുതലായിട്ട് അറിയണ്ടോലിക്ക് ഇവിടെ വന്ന് നേരിട്ട് അന്വേഷിക്കുകയും ഇവരോട് ചോദിക്കുകയെല്ലാം ചെയ്യാം. ഇനിയിപ്പോ ഒരു ഡോക്ടറെ കൗൺസിലിംഗ് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഞങ്ങള് വരുന്നവരെയും കൂട്ടിയിട്ട് ചെയ്തോട്ടോ. കാരണം കറക്റ്റ് ഒരാൾക്ക് മനസ്സിലായിട്ട് ഒന്നും അറിയാതെ ആയി പോകരുത്. കല്യാണം കഴിയലല്ല, അത് നിലനിൽക്കലാണല്ലോ കാര്യം. അപ്പൊ എല്ലാം മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ട് പോക്കല മരണം വരെ ജീവിക്കണ്ടേ. തീർച്ചയായും അത് അതിൻ്റെതായ ഓലെല്ലാം അറിയണം, നമ്മളെല്ലാം അറിയണം. അതെ 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 അതെ. ഉമ്മ നമുക്ക് ദൂരം പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കല്യാണ ആവശ്യാർത്ഥമാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, പല ജില്ലയിൽ നിന്നൊക്കെ വിളിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെ ജില്ലയിലുള്ള ആലോചനകൾ പറ്റുമോ? അടുത്ത എവിടെയെങ്കിലും ജില്ലയിൽ മതി. ഏതൊക്കെ? കോഴിക്കോട് ജില്ലയും പിന്നെ തലശ്ശേരി ഒക്കെ. കണ്ണൂർ ജില്ല പറ്റുമോ? കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും അല്ല. പിന്നെ അങ്ങോട്ടേക്ക് മറ്റ് ദൂരത്തുള്ള ജില്ലകളും മലപ്പുറം വയനാടൊക്കെ നോക്കിയുണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആലോചന നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലെ. ബാക്കി കോളുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് നോക്കാം അല്ലെ. നജ്മക്ക് ഇപ്പോ എത്ര വയസ്സായി? 31. അപ്പൊ നമുക്കൊരു എത്ര വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകൾ സ്വീകരിക്കാം? ഒരു 35, 36 അല്ലേ? 40ന്റെ ഉള്ളില് അല്ലേ? ബാക്കി നമുക്ക് കോള് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. എന്തായാലും മാക്സിമം ഒരു 5 വയസ്സിന്റെ വ്യത്യാസത്തിലൊക്കെ അല്ലേ? 40ന്റെ ഉള്ളിലായാലും കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ ഉമ്മ ഈ വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയതായ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കുക. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഭാര്യ മരിച്ചത് അങ്ങനെ ബാധ്യത ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സാരയില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആളുകള് നമുക്ക് പ്രശ്നമില്ല. പക്ഷെങ്കില് പിന്നെ ബാധ്യതകൾ ഇല്ലാത്തത്. അപ്പൊ നിലവിൽ ഭാര്യമാരുള്ള ഒരു ആലോചന നമ്മള് നോക്കുന്നില്ലല്ലോ. അതിനോട് നമുക്ക് താല്പര്യം ഇല്ലല്ലോ. അപ്പൊ നിലവിൽ ഭാര്യമാരുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന നോക്കുന്നില്ല എന്നാണ് ഇവര് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് തൽക്കാലം താല്പര്യം ഇല്ല കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നല്ല ആലോചനകൾ മുമ്പോട്ട് വരട്ടെ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ എന്തെങ്കിലും പ്രശ്നമുള്ള പോലെ അതിന് പ്രശ്നമില്ല. ഒരു പ്രശ്നം ഉള്ള പോലെ ഒന്നും പറ്റൂല. അപ്പോ നജ്മേനെ നോക്കാൻ പറ്റിയ, അതെ, അധികം ജോലി ചെയ്ത് നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം അല്ലെ. ഉപ്പ എവിടെയുള്ള? ഇവിടെ നാട്ടിൽ തന്നെ. എന്നാ പരിപാടി? റെഡിമെയ്ഡ് ഷോപ്പ്. റെഡിമെയ്ഡ് ഷോപ്പ് വടകര. ശരി. അപ്പൊ നിങ്ങക്ക് എത്ര മക്കളാ? 3 മക്കള്. ഇവളാണോ മൂത്ത? പിന്നെ ബാക്കിയുള്ള 2 കുട്ടികൾ ആൺകുട്ടികളാ? അല്ല, ഒരു പെണ്ണും ഒരാണും. രണ്ടാളെയും വിവാഹം കഴിഞ്ഞാണോ? അല്ല, ഒരാള് കഴിഞ്ഞിട്ടുള്ളൂ, മോന്റെ കഴിഞ്ഞിട്ടില്ല. മോളെ കഴിഞ്ഞിക്കില്ല. മോൻ എവിടെയാ? ദുബായിലല്ലേ? ഉമ്മ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പല ആൾക്കാരും വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. എല്ലാ ആളുകളും നല്ലവരൊന്നും ആയിരിക്കൂല. നമ്മളെ ഈ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല ആളുകളുണ്ടാവും, മോശപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ല പോലെ അന്വേഷിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് ചെയ്യാട്ടോ. ഒക്കെ വല്ല നാട്ടിലൊക്കെ പോയി അന്വേഷിക്കുക. പിന്നെ ഫോണ് പുതിയൊരു സിം എടുത്തിട്ട് ആണുങ്ങൾ തന്നെ ഫോണ് ഡീൽ ചെയ്യുക. അപ്പോൾ അനാവശ്യമായ കോളുകൾ തോന്നിയാൽ ബ്ലോക്ക് ചെയ്യുക. പിന്നെ നമുക്ക് പറ്റിയ സ്ഥലത്തു നിന്നാണെന്നൊക്കെ തോന്നിയാൽ എഴുതി വെക്കുക. എനിക്ക് ഫോൺ എടുക്കുന്ന ആളെ കയ്യിലാണ് കേട്ടോ കംപ്ലീറ്റ്. നല്ല രീതിയിൽ ഫോണ് അറ്റൻഡ് ചെയ്യാം. നജ്മക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് വരാൻ പോകുന്ന പിയാപ്പിളനെ പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവൂലേ, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന്. നജ്മക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള ഒരു പിയാപ്പിളിനെ വേണ്ടിയേ? നോക്കണം. പിന്നെ നോക്കിയാ മതില്ലേ? അത് തന്നെ, അതാണ് മെയിനില്ലേ. പണിക്ക് പോയിട്ട് നോക്കണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെന്താ വേണ്ടിയേ? നജ്മ കൊറേലായിട്ടോ അങ്ങോട്ട് നോക്ക്. നാടെന്നാ തേങ്ങയാറ്റം വീണിക്ക നജ്മ? ഉണ്ടോ തേങ്ങ വീണിക്കുണ്ടാ? നജ്മ നോക്കുന്നുണ്ട്, ചുമ്മയും നോക്കുന്നുണ്ട്. ഇളന്നിനാറ്റം വീണ് ഉമ്മാന്റെ ഓട്ടം കണ്ടായിരിക്കുംല്ലേ. എന്താ നമുക്ക് ആടുന്ന് എടുക്കാനിട്ടാ വീഡിയോ. അതേനു നല്ല അവര് നേരെ അങ്ങോട്ടാ നോക്കുന്നെ. തറവാട് വീടല്ല, നിങ്ങൾ ഇവിടെ വീട് വെച്ചാണ് അല്ലേ? അതെ. നിങ്ങളെ വീടൊക്കെ എവിടെയാ? എടാ താങ്ങാടിയിലാ?
അത് ശരി. ഉപ്പാൻ്റെതാ? ഉപ്പാൻ്റെ പടയിൽ തന്നെ, വടകരങ്ങാടിയിലാണ്. അങ്ങാടി. ആ ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് താമസാക്കിയല്ലേ? ആ ആ. ഇവിടെ പിന്നെ ബീച്ച് ഉണ്ടാ? ഏത് ബീച്ചേനു? കൊളായിപ്പാലം അല്ലേ? ആ കൊളായിപ്പാലത്തിന്റെ അടുത്തല്ലേ? അതെ. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിന്റെ ഒക്കെ അടുത്താണ് കേട്ടാ ഇവരെ. അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുമോ ക്രാഫ്റ്റില്? അവിടെ പോയാ കിട്ടുവോ? റേഷൻ കാർഡ് കാണിച്ചാ മതിയാ? ആധാർ മതി. ഉമ്മ ഭയങ്കര കൗണ്ടറാണ് കേട്ടോ. ഉമ്മ കൗണ്ടർ കിങ് ആണ്. അല്ലേ? അമ്മായി അമ്മേശം സ്ട്രോങ് ആന്ന് വിചാരിക്കാറില്ല. അമ്മായി അമ്മ ചിരിച്ചേ. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. ഉമ്മ പിന്നെ തേങ്ങാര എടുക്കുന്നുണ്ടോന്ന് തന്നെ നോക്കുക കേട്ടോ, ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നജ്മേന്റെ കല്യാണം റെഡി ആയിട്ടല്ലേ നജ്മ? അല്ലേ? ആ നജ്മ എന്തൊക്കെ ഫുഡാ ഉണ്ടാക്കല്? ചോറ് വെക്കലുണ്ടോ? പിന്നെന്താ കറി എന്തൊക്കെ വെക്കൂ? പച്ചക്കറി. പിന്നെ മുളേശം വെക്കലുണ്ടാ? ഉപ്പേരി എന്തൊക്കെ വെക്കലുണ്ട്? ആ പിന്നെ ചമ്മന്തി. പിന്നെ നജ്മന്റെ സ്പെഷ്യൽ ഐറ്റം എന്തെന്നാ? പപ്പടം പൊരിക്കലാ? സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാക്കല്? പച്ചക്കറിയാ? വേറെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കലുണ്ടോ? ആ വേറെ എന്താ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവല്ലേ നമ്മൾ ഉണ്ടാക്കിയ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന അതെന്നാ? ഏതാ? ആ ഓളാ പറയണ്ടേ? നജ്മിയാ പറയണ്ടേ? ആ ഏതാ ഐറ്റം? ആ അത് ശരി, അത് തട്ടിപ്പാ. നൂഡിൽസിന്റെ മസാല അതിലുണ്ടാവൂലേ? അപ്പൊ നജ്മേനോട് എന്താ ചോദിക്കണ്ടേന്ന് ടോപ്പിക് കിട്ടാ. അതെ ആ കടികളൊക്കെ അല്ലേ? എല്ലാ സാധനവും അതും ഇതെല്ലാം പിന്നെ കൊറേ ഫോണിലെല്ലാം കാണുന്നുണ്ടല്ലോ, അതെല്ലാം ഉണ്ടാക്കാനുള്ള ഓർഡർ ഇട്ടായിരുന്നു മൂപ്പറ്. അത് ശരി. അപ്പൊ നജ്മ ഇങ്ങനെ തന്നെയാണോ? അല്ലാണ്ട് സംസാരിക്കലുണ്ടോ? കുറച്ച് ഓള് സംസാരിക്കലും ചെയ്യുന്നല്ല അസുഖലായിട്ട്. ആ ഇപ്പൊ പേടിയായിട്ടാ നജ്മ? നാളെ ഞാൻ താടിയൊക്കെ വടിച്ചിട്ട് വരണം. എന്നാല് എന്താ താടിയും മീശയൊക്കെ വടിച്ച് അല്ലേ? അപ്പോ നജ്മ കുറച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കലുണ്ട് എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇപ്പോൾ അവളോട് സംസാരിക്കാൻ ഒരു ടോപ്പിക് ഇല്ലാത്തതുകൊണ്ടാണ് ഓളെന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അറിയുന്ന കാര്യങ്ങളാകുമ്പോൾ കുറച്ച് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാ. ആരാ? എന്നെ കണ്ടില്ലെങ്കിലോ? കാണാണ്ട് നമുക്ക് വീഡിയോ അതിന്റെ മുകളിൽ വെച്ചെടുക്കേനാ. അത് സാരമില്ല. ഇനിയിപ്പോ വരുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഓലിക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ. ഇപ്പൊ നജ്മേന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന പോലെ മനസ്സിലാക്കണം. ബുദ്ധിപരമായ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഒരു പക്വത കുറവുണ്ട്. അതൊക്കെ ഓളെ ഇതാണ്. പുതിയൊരാൾ വീട്ടിൽ വന്നാൽ ഒക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നൊക്കെ അറിയുന്നതിനൊരു പരിമിതി ഉണ്ട് ഓക്കെ. മാത്രമല്ല പിന്നെ പക്ഷെങ്കിൽ വലിയ രീതിയിൽ അതെങ്ങനെ ഇല്ല അല്ലേ? അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ. പിന്നെ ഒന്നും അറിയാത്ത ആ രീതിയിലല്ല അവളെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അവള് ചെയ്യൂലേ? മാത്രമല്ല കുക്കിംഗ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ചെയ്യും. പക്ഷെ ബുദ്ധിമുട്ടുകളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് അതിപ്പോ സംസാരത്തിലായാലും മൊത്തത്തിലായാലും ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി വരുന്ന ആളെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അതെ. ഇൻഷാ അല്ലാഹ് ഇനി അവളെ കല്യാണം വേഗം റെഡി ആകട്ടെ. ആ സന്തോഷം നമുക്ക് എല്ലാവരും അറിയിക്കാൻ പറ്റട്ടെ അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പൊ ഫ്രണ്ട്സ്, നജ്മേന്റെ ഉമ്മയും നജ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. പിന്നെ നജ്മേന്റെ ബുദ്ധിമുട്ടുകൾ മാക്സിമം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയും ക്ലാരിറ്റി കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ പരമായിട്ടൊക്കെ കുറച്ചുകൂടെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ തേടണം. കല്യാണത്തിന്റെ മുമ്പ് ഇവരെന്താണ് ഏതാണ് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. ഞങ്ങൾ അതറിഞ്ഞില്ലല്ലോ ഇതറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ, പരിമിതമായ കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അതിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ബേസിക്കായിട്ട് നമ്മൾ മാക്സിമം അത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. സമയപരിമിതി കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ വെക്കാൻ പറ്റാറുമില്ല. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ രണ്ട് കൂട്ടരും മനസ്സിലാക്കണം. ഇവരെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങളെപ്പറ്റി ഇവരോടും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അന്വേഷിച്ച് നിങ്ങൾ നല്ലൊരു ബന്ധം തീരുമാനിക്കുക. അപ്പോൾ അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കാതിരിക്കുക. ഇവർ പറഞ്ഞു നിലവിൽ ഭാര്യമാരുള്ളവരുടെ ആലോചന നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം ആളുകൾ വിളിക്കാതിരിക്കുക.
എനിക്ക് നിരന്തരം മെസ്സേജുകൾ വരലുണ്ട്. നിലവിൽ ഭാര്യമാരുള്ള പോലെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ ഞാൻ അഭിപ്രായ കാര്യങ്ങളൊന്നും പറയില്ല. നമ്മൾ ഇങ്ങനെ ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട്, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുമ്പോട്ട് വരിക, ആ ഒരു കാര്യം ആളുകളെ അറിയിക്കുക, അവർക്ക് ആലോചന വരുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം. അവരുടെ പേഴ്സണൽ ലൈഫ് കയറിയിട്ട് എനിക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അങ്ങനെ പറയുകയില്ല. പേഴ്സണലി എന്നോട് ചോദിച്ചാൽ എനിക്കതിന് ഇഷ്ടമില്ല. അതാണ് എൻ്റെ മറുപടി. അപ്പോൾ അത്തരം ആളുകൾ ദയവ് ചെയ്ത് എന്നെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നെജ്മേൻ്റെ വിവാഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.